ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. അനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വീണ്ടും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിൽപ്പാൻ കർത്താവ് എനിക്ക് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് നമ്മൾ നാളുകളായിട്ട് ചിന്തിക്കുന്നത്. രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച് നടക്കുന്നതായ അടയാളങ്ങൾ, സംഭവങ്ങൾ, അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പല മുന്നറിയിപ്പുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ നാളുകളിലെല്ലാം ചിന്തിക്കുന്നത്. 5 മുന്നറിയിപ്പുകൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ കാണാൻ കഴിയും. 5 മുന്നറിയിപ്പുകൾ. ഒന്നാമത്തെ മുന്നറിയിപ്പ് കള്ളക്രിസ്തുക്കളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത്തെ മുന്നറിയിപ്പ് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയാണ് എന്ന്, വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയാണ് എന്ന്. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ തന്നെ കർത്താവിനോട് ചോദിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള
അടയാളങ്ങൾ എന്ത് എന്ന്. അപ്പോഴാണ് കർത്താവ് അടയാളങ്ങളും മുന്നറിയിപ്പുകളെല്ലാം കർത്താവ് പറയുന്നത്. അതിൽ 5 മുന്നറിയിപ്പുകൾ പറയുമ്പോൾ ഒന്നാമത്തെ മുന്നറിയിപ്പ് പറയുകയാണ്, നിങ്ങളിൽ പലരും തെറ്റിപ്പോകും, പലരും വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് കാരണം? യേശുവിൻ്റെ പേര് പറഞ്ഞ് അനേക കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് അന്ത്യനാളുകളിൽ വരുമെന്ന്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ, ഇന്നത്തെ ആത്മീയ മണ്ഡലങ്ങളിലേക്ക് നോക്കിയാൽ, ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ പലരും യേശുവിൻ്റെ പേരും പറഞ്ഞ് കള്ളക്രിസ്തുക്കളുടെ വേഷമണിഞ്ഞ് വരുന്നുണ്ട്. രണ്ടാമത് പറയുന്ന മുന്നറിയിപ്പ്, നിങ്ങൾ ആരും ചഞ്ചലപ്പെട്ടു പോകരുത്. ചഞ്ചലപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അചഞ്ചലരാകണം. എന്താണ് ചഞ്ചലപ്പെടാനുള്ള സാധ്യത? യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും ഉണ്ടാകും, ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. ജാതിയോടും രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകുമെന്നാണ് കർത്താവിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് നിങ്ങൾ ആരും ചഞ്ചലപ്പെട്ടു പോകരുത്. അനേകരും ചഞ്ചലപ്പെട്ടു പോകും. മൂന്നാമത്തെ മുന്നറിയിപ്പ്, ഇടറിപ്പോകാനുള്ള സാധ്യതയാണ്. അനേകരും ഇടറിപ്പോകും. എന്തുകൊണ്ടാണ്? വിശ്വാസത്യാഗം വരും. എന്തുകൊണ്ടാണ്? വിശ്വാസികളുടെ ഇടയിൽ തന്നെ വലിയ വലിയ ഉപദ്രവങ്ങളെല്ലാം വരുമ്പോൾ, യേശുവിൻ്റെ നാമനിമിത്തം എല്ലാവരും പകയ്ക്കുമ്പോൾ അനേകരും ഇടറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. നാലാമത്തെ കാര്യം, അനേക ആത്മീയരും തെറ്റിപ്പോകും. കാരണം കള്ളപ്രവാചകന്മാർ അനേകരെ എഴുന്നേറ്റ് വന്ന അനേകരെയും തെറ്റിക്കുമെന്ന് പറയുന്നു. അഞ്ചാമത്തെ മുന്നറിയിപ്പാണ് നമ്മുടെ ചിന്താവിഷയം. അഞ്ചാമത്തെ മുന്നറിയിപ്പ് 12-ാമത്തെ വാക്യമാണ്. 24 അധ്യായം 12-ാം വാക്യം, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെയും സ്നേഹം തണുത്തു പോകുമെന്ന്. അധർമ്മം പെരുകുമെന്നാണ് കർത്താവിൻ്റെ അഞ്ചാമത്തെ മുന്നറിയിപ്പ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കൂ, ഇന്നത്തെ തലമുറയിലേക്ക് നോക്കൂ. അധർമ്മം പെരുകി വരികയല്ലേ? അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുകയല്ലേ? വഞ്ചനകളും ആത്മഹത്യകളും നടക്കുകയല്ലേ? പ്രിയമുള്ളവരെ, എന്തുമാത്രം പത്രം എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം കരയിപ്പിക്കുന്ന ന്യൂസുകളാണ് വരുന്നത്. ഇന്ന് ഞാൻ വായിച്ചതായ ഒരു ന്യൂസ്, ഇന്നത്തെ പത്രത്തിൽ വായിച്ചതായ ഒരു ന്യൂസാണ്. അതിങ്ങനെയാണ്, ഒരു 9 വയസ്സുള്ള ഒരു കുഞ്ഞ് എഴുതിയിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ അതിൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുകയാണ്, എനിക്ക് അമ്മയില്ല, എനിക്ക് രണ്ടാനമ്മയാണ്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്, എനിക്ക് സുഖമില്ല, വിഷം തന്ന് കൊല്ലുമെന്നാണ് അപ്പൻ പറയുന്നത്. എൻ്റെ അപ്പൻ, എൻ്റെ സ്വന്തം അപ്പൻ, കഷ്ടമുണ്ട്. 9 വയസ്സുള്ള കുഞ്ഞെഴുതിയിരിക്കുകയാണ്. പിതാവും രണ്ടാനമ്മയും ചേർന്ന് അടിച്ച് തണർപ്പിച്ച കവളിലൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് ആ 9 വയസ്സുകാരി ഇത് എഴുതുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ബാക്കി വായിക്കുന്നില്ല. ഇത് ഇന്നത്തെ പത്രത്തിൽ കണ്ടതാണ്. ഈ നാളുകളിലെല്ലാം പത്രം വായിക്കുമ്പോഴും ന്യൂസ് കേൾക്കുമ്പോഴെല്ലാം ഇന്ത്യയിൽ തന്നെ ഏത് സംസ്ഥാനത്തിലാണെന്നോ ഏത് സ്ഥലത്താണെന്നോ ഞാൻ പറയുന്നില്ല. കാരണം അവിടെയെല്ലാം നമ്മുടെ ദൈവമക്കളുണ്ടല്ലോ. ഒരു സംസ്ഥാനത്തിൽ ഒരു സ്ഥലത്ത് 400 ചില സ്ത്രീകളെയാണ് കൊന്നൊടുക്കിയത്. ഉഗ്രമായി പീഡിപ്പിച്ച് ഉപദ്രവിച്ച് മറവ് ചെയ്യുകയാണ്. അവിടുത്തെ ഭരണാധികാരികൾ ഒന്നും അന്വേഷിക്കുന്നില്ല. പണത്തിൽ കൈക്കൂലിയിൽ മുങ്ങിപ്പോവുകയാണ്. എന്തൊരു അധർമ്മമാണ് പ്രിയമുള്ളവർ, എന്തൊരു അക്രമമാണ്. കർത്താവിൻ്റെ മുന്നറിയിപ്പാണ്, അന്ത്യനാളിൽ അധർമ്മം പെരുകും, അനേകരുടെയും സ്നേഹം തണുത്തുപോകും. ദൈവത്തോടുള്ള സ്നേഹവും തമ്മിലുള്ള സ്നേഹവും തണുത്തുപോകും. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഒരു വ്യക്തി ചോദിച്ചു, ഏറ്റവും മുഖ്യ കൽപ്പന ഏതാണ്? യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചാണ്. യഹൂദന്മാർക്ക് 10 കൽപ്പനകളുണ്ടല്ലോ, അതിൽ ഏറ്റവും മുഖ്യ കൽപ്പന ഏതാണ്? കർത്താവ് ഈ 10 കൽപ്പനകളും കൂടെ 2 കൽപ്പനകളിൽ ഒതുക്കി കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സകല കൽപ്പനകളും സകല വചനങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് ദൈവപുത്രനായ ക്രിസ്തു പറയുമ്പോൾ, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളിലേക്ക് നോക്കണം. എൻ്റെ ദൈവമായ കർത്താവിനെ, എൻ്റെ വീണെടുത്ത, എനിക്ക് പ്രാണൻ തന്ന, എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവനായത് കർത്താവിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരെ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ മിത്രങ്ങളെ, എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ആരാണ് എൻ്റെ ശിഷ്യന്മാർ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന്. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ പിശാചുക്കൾ എഴുന്നേറ്റ് വരികയാണ്. അധർമ്മം പെരുകുകയാണ്. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള നന്ദി നഷ്ടപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, അധർമ്മം പെരുകി ഇന്ന് പിശാച് കൊടികുത്തി വാഴുന്നതായിട്ട് കാണാൻ കഴിയുന്നു.
ഇന്ന് നോക്കൂ, എവിടെയും നോക്കൂ, ഭരണതലങ്ങളിലേക്ക് നോക്കൂ, കൈക്കൂലിയല്ലേ, അക്രമമല്ലേ, അനീതിയല്ലേ, അസത്യമല്ലേ പ്രിയമുള്ളവരെ? ആരുടെ ഹൃദയത്തിലാണ് നീതിയുള്ളത്? ആരാണ് അനീതിക്കെതിരെ പോരാടുന്നത്? അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നത് ആരാണ്? നിങ്ങളുടെ ദേശം അനീതിയുള്ള ദേശമാണോ? നിങ്ങളുടെ ദേശം പിശാചു വാഴുന്ന ദേശമാണോ? നിങ്ങളുടെ ദേശം അധർമ്മമുള്ള ദേശമാണോ? ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. ഇവിടെയാണ് സുവിശേഷകന്മാരുടെ പ്രസക്തി. ക്രിസ്തുവിനെ മാത്രം ഉയർത്തുന്ന, ദൈവത്തിന് മാത്രം മഹത്വം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതായ സത്യസുവിശേഷകന്മാരുടെ പ്രസക്തി ഇവിടെയാണ്. നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ, നിങ്ങളുടെ ദേശത്തേക്ക് വിളിക്കൂ, ഞങ്ങൾ വന്ന് യേശുവിനെ ഉയർത്താം, ഞങ്ങൾ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം, യേശുവിനെ ഉയർത്തുന്ന വചനം പറയാം. നിങ്ങൾക്ക് ആശ്വാസം വേണമോ? ഞങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് തിരുവചനം പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കൂ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വരാം. ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങൾക്ക് രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയതായ യേശുവിനെ ഞങ്ങൾ പ്രഘോഷിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഇത് പറയാൻ കാരണം അനേക ദിവസങ്ങളായിട്ട് ഫോൺ വിളികളാണ്. അനേക ദിവസങ്ങളായിട്ട് ചില ദേശങ്ങളിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്നതായ എൻ്റെ സഹോദരങ്ങളെ ഞാൻ കാണുന്നു. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളാണ്, ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും. സുവിശേഷം പരക്കട്ടെ, നിങ്ങളുടെ ദേശത്ത് സുവിശേഷം വരട്ടെ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളെ നിറയ്ക്കട്ടെ എന്നാണ് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വായിക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 12 വാക്യം. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അന്ത്യകാലത്ത് വഷളത്വം വ്യാപകമാകും. സദാചാര വിരുദ്ധമായ തലമുറയായിരിക്കും അന്ത്യകാലത്തുണ്ടാകുന്നത്. സാമൂഹ്യ വിരുദ്ധരാണ് അന്ത്യകാലത്ത് പൊങ്ങി വരുന്നത് എന്ന് കർത്താവിന്റെ തിരുവചനം പറയുന്നു. ഇംഗ്ലീഷിൽ ഒരു കവിതാ ശകലമുണ്ട്. അതിങ്ങനെയാണ്: സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ, സോ ആൻ ആക്ഷൻ റീപ്പ് എ ഹാബിറ്റ്, സോ എ ഹാബിറ്റ് റീപ്പ് എ ക്യാരക്ടർ, സോ എ ക്യാരക്ടർ റീപ്പ് യുവർ ഡെസ്റ്റിനി എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ചിന്ത വിതച്ചാൽ ഒരു പ്രവൃത്തി കൊയ്യും, ഒരു പ്രവൃത്തി വിതച്ചാൽ ഒരു ശീലം കൊയ്യുമെന്നാണ്. ഒരു ശീലം വിതച്ചാൽ ഒരു സ്വഭാവവും, സ്വഭാവം വിതച്ചാൽ അതൊരു വിധി, ഭാഗധേയം നിർണയിക്കുമെന്നാണ് പറയുന്നത്, ഭാവി നിർണയിക്കുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അനേകരും ഇന്ന് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയാണ്. സാരമില്ല എന്ന് വിചാരിച്ച് ഒരു കമ്പനി സേക്ക് എന്ന് പറഞ്ഞ് കൂട്ടുകാരോടൊപ്പമായിരിക്കാം മദ്യപാനം തുടങ്ങുന്നത്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ചെറിയൊരു രസത്തിന് വേണ്ടിയിട്ടായിരിക്കും മയക്കുമരുന്നും കഞ്ചാവും തുടങ്ങുന്നത്. പിന്നീട് ആ ദുശീലത്തിലേക്ക് ആ സ്വഭാവം, ആ വ്യക്തി മാറുകയാണ്. ആ ദുശീലം അനേക നാളുകളായിട്ട് ശീലിക്കുന്നതുകൊണ്ട് സ്വഭാവമായിട്ട് മാറുകയാണ്. അത് അവന്റെ ഭാവി നശിപ്പിച്ചു കളയുകയാണ്. നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ സ്കൂളുകളിൽ അങ്ങനെ ഉണ്ടോ? പ്രിയമുള്ളവരെ, അനേകരും അനേക മദ്യപാനത്തിനും ലഹരിക്കുമെല്ലാം അടിമയാകുകയാണ്. ചെറിയ രീതിയിലായിരിക്കും സ്കൂളുകളിലോ കോളേജുകളിലോ പുകവലി തുടങ്ങുന്നത്, പിന്നീട് അതിൻ്റെ അടിമയായിട്ട് മാറുന്നു. ചെറിയ രീതിയിലായിരിക്കും മദ്യപാനം തുടങ്ങുന്നത്, പിന്നീട് അതിൻ്റെ അടിമയായിട്ട് മാറുന്നു. എനിക്കറിയാം, എൻ്റെ കൂട്ടായ്മയിലുള്ള ചില സഹോദരങ്ങളെല്ലാം മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് അവർ സ്വന്തം മക്കളുടെ തലയിൽ കൈവച്ച്, സ്വന്തം ഭാര്യയുടെ തലയിൽ കൈവച്ച് അവർ സത്യം പറയുമായിരുന്നു, പ്രതിജ്ഞ എടുക്കുമായിരുന്നു, ഇനിമേലിൽ ഈ അപ്പൻ മദ്യപിക്കില്ല മക്കളെ എന്ന്. കരഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത് പിറ്റേ ദിവസം സുബോധമുള്ളപ്പോൾ. എന്നാൽ അന്ന് രാത്രി ഏതോ ഒരു ശക്തി വന്ന് അവരെ വലിച്ചുകൊണ്ട് ബാറിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഷാപ്പിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ബിവറേജസിന് മുമ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് അത് കഴിച്ചുകൊണ്ട് വീണ്ടും വന്ന് ഭാര്യയെ തല്ലുകയായി, മക്കളെ അടിക്കുകയായി. പ്രിയമുള്ളവരെ, തുടങ്ങുന്നത് ചെറിയൊരു ദുശീലമായിട്ടാണ്. അനേകരും ഇന്ന് കലഹമാണ് അനേകർക്കും പ്രശ്നം. കോപം, ഉഗ്രമായ കോപം. എന്നിട്ട് കലഹിക്കുകയാണ്, ബഹളമുണ്ടാക്കുകയാണ്, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത രീതിയിൽ. എന്നാൽ ഈ സ്വഭാവങ്ങളെല്ലാം മാറ്റാൻ പറ്റില്ല പ്രിയമുള്ളവരെ. ഒരു കുടുംബത്തിൽ കലഹം നടക്കുകയാണ്, പെട്ടെന്നാണ് ഒരു വിശിഷ്ട അതിഥി കയറി വന്നത്. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ കലഹം ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഭാര്യയും ഭർത്താവും പെട്ടെന്ന് നിർത്തി ആ വ്യക്തിയെ ആദരപൂർവ്വം സ്വീകരിക്കുകയാണ്. കാരണം ഉന്നതനായ വ്യക്തിയാണ്, ഉന്നതനായ അതിഥിയാണ്. ആ വ്യക്തി ആദരപൂർവ്വം സ്വീകരിച്ചപ്പോൾ ചിന്തിക്കുകയാണ്, നമ്മൾക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത്? ഉച്ചത്തിൽ കോപിച്ച് കലഹമുണ്ടാക്കിയായിരുന്നു, പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിർത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ സ്വഭാവം നിയന്ത്രിക്കാൻ പറ്റുമല്ലോ എന്നവർ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, തിരുവചനത്തിലേക്ക് മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ. സത്യവചനം പറയുന്നതായ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരൂ. സ്വഭാവം മാറും പ്രിയമുള്ളവരെ, കലഹം മാറും, മദ്യപാനം മാറും. ഒരിക്കലൊരു ദേവദാസൻ എഴുന്നേറ്റ് നിന്ന് ഈ കൂട്ടായ്മയിൽ മദ്യപിച്ച്, ഒരു കാലത്ത് മദ്യപിച്ച് നടന്നവർ, വചനം കേട്ട് മാനസാന്തരപ്പെട്ട് മദ്യപാനം ഉപേക്ഷിച്ചവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും എഴുന്നേറ്റ് നിന്ന് ഓർക്കുകയാണ്. മദ്യപിച്ച സ്ത്രീകളും എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയുന്നത്. ആത്മഹത്യക്ക് ശ്രമിച്ചവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ, ഒരു കാലത്ത് സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചവർ, കഷ്ടി രക്ഷപ്പെട്ടവർ, തക്ക സമയത്ത് ആരൊക്കെ വന്ന് ഇടപെട്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടവർ ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് മുമ്പിലേക്ക് വന്നു.
വചനം അവരെ സമാധാനം കൊണ്ട് നിറച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ തളരരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ സഭയോട് പറയുന്നുണ്ട്, അവരുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്, ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട്, അവർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ലേഖനം എഴുതുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടന്നാണ് ലേഖനം എഴുതുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായിക്കൊള്ളുക എന്ന്, ഉറച്ചു വിശ്വസിക്കുക എന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുക എന്ന്. കഷ്ടതയിലും നമ്മൾക്ക് പാടണമെന്ന്. പ്രിയമുള്ളവരെ, നല്ല പ്രവൃത്തി കർത്താവ് ആരംഭിച്ചു, ഒരു സമാധാനം കിട്ടി, വചനം കേട്ടു, ഒരു തീരുമാനമെടുത്തു, ദൈവത്തിന് മഹത്വം. എന്നാൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നാണ് വചനം. അത് നമ്മൾ വിശ്വസിക്കണം പ്രിയമുള്ളവരെ. ഈ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പൗലോസിനോട് കർത്താവായ യേശുക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന്. രോഗികളായിട്ട് ആരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? പ്രയാസമുള്ളവരാരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? കടത്തിന്റെ ഭാരം മൂലമോ കുടുംബത്തിൽ സമാധാനമില്ലാതെയോ വിഷമിച്ച് മനസ്സ് വലഞ്ഞ് വാടിത്തളർന്നു പോയ ആരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനമാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന്. അപ്പോസ്തലനായ പൗലോസ് അനേകർക്ക് മാനസാന്തര പ്രഘോഷി നടന്നവനാണ്, അനേക രോഗികളെ സൗഖ്യമാക്കിയവനാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ നിഴലേറ്റാൽ അനേകർ സൗഖ്യം പ്രാപിക്കുമായിരുന്നു. എന്നാൽ അപ്പോസ്തലന്റെ ശരീരത്തിൽ ജഡത്തിൽ ശൂലം കൊണ്ട് കുത്തുന്നത് പോലെ വേദന അനുഭവിക്കുന്നു. അപ്പോസ്തലൻ പലവട്ടം ദൈവത്തോട് അപേക്ഷിച്ചു, 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു, എൻ്റെ കർത്താവേ, ഈ ശൂലം കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദന ഒന്ന് മാറ്റിത്തരാമോ? എനിക്ക് നിന്റെ വേല ചെയ്യാമല്ലോ, എനിക്ക് നിന്റെ വചനം പ്രഘോഷിക്കാമല്ലോ. അപ്പോൾ കർത്താവിൻ്റെ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന്. അത് മാറിയതായിട്ട് പറയുന്നില്ല. പിന്നെ 4ാമത്തെ ഒരു പ്രാർത്ഥന അപ്പോസ്തലൻ പ്രാർത്ഥിച്ചായിട്ടും പറയുന്നില്ല. ആ ജഡത്തിലുള്ള ശൂലവുമായിട്ട് അന്ത്യത്തോളം യേശുവിൻ്റെ പിന്നാലെ നടന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ പല ശൂലങ്ങളും ഉണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ ആരും തളർന്നു പോകല്ലേ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകല്ലേ. കർത്താവിൽ ആശ്രയിക്കൂ. കർത്താവിനോട് പറയൂ, കർത്താവേ, നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമല്ലോ, എങ്കിൽ അത് മതി, നിന്റെ കൃപ മതി കർത്താവേ എന്ന് നാം ഓരോരുത്തരും പറയേണ്ടതാണ്. നമുക്ക് ചിന്തിക്കാം, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന അവസ്ഥകളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. വിട്ടൊഴിയുക, അകന്നു മാറുക, അകലം പാലിക്കുക. എങ്ങനെയുള്ളവരെ? ഒരു നീണ്ട ലിസ്റ്റ് പറയുകയാണ്. 10-18 പേരുടെ പേരാണ് അവിടെ പറയുന്നത്. 18 പാപ സ്വഭാവം നിറഞ്ഞവരുടെ പേരാണ് അവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക, കഷ്ടതകൾ വരുമെന്നറിയുക, അതിന്റെ പാരമ്യത്തിലെത്തുമെന്നുള്ള കാര്യം അറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, അവസാന നാളിൽ അനേക കഷ്ടങ്ങൾ ഉണ്ടാകുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളായിരിക്കുമെന്ന്. ലവേഴ്സ് ഓഫ് ദംസെൽസ്, സ്വസ്നേഹികൾ. അവനവനെ തന്നെ സ്നേഹിക്കുന്നു, അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്നു, സ്വാർത്ഥരായിട്ട് കഴിയുന്നു. ഒരു കുടുംബത്തിൽ അക്കച്ചക്കലാണ്, അമ്മായിമ്മയും മരുമകളുമായിട്ട്. അപ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മരുമകൾ ഒരു പണിയും എടുക്കുന്നില്ല, അടുക്കളയിൽ കയറുന്നില്ല, മുറിയിൽ കയറി അടച്ചിട്ട് ഇരിപ്പാണ്. അപ്പോൾ ആ ദേവദാസൻ ആ ഭർത്താവിനോട് പറഞ്ഞു, അത് ഭാര്യയോടൊന്ന് പറയേ, ഒന്ന് അടുക്കളയിൽ കയറി പണിയെടുക്കുന്ന കാര്യമൊക്കെ ഒന്ന് പറയേ, മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെടണ ഒരു കാര്യം ഒന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ അല്പം സമാധാനമുണ്ട്, ഇപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അല്പം സമാധാനത്തിലാണ് ഞാൻ പോകുന്നത്, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അമ്മ പണിയെടുത്ത് ചത്താലും ആ വ്യക്തിക്ക് വിഷയമല്ല. സ്വന്തം ഭാര്യ സ്വന്തം അമ്മയ്ക്ക് കീഴ്പ്പെടാതെ നിൽക്കുന്നത് കാണുമ്പോൾ അത് ആ വ്യക്തിക്ക് വിഷയമല്ല. ആ വ്യക്തിയുടെ സമാധാനം സ്വാർത്ഥതയാണ്. പ്രിയമുള്ളവരെ, സ്വസ്നേഹികളാകുകയാണ്. പരിശോധിക്കൂ, നിങ്ങൾ അമ്മയുടെ ഭാഗത്തോ ഭാര്യയുടെ ഭാഗത്തോ നിൽക്കണമെന്നല്ല പറയുന്നത്, നീതിയുടെ ഭാഗത്ത് നിൽക്കണം, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം. മറ്റുള്ള വ്യക്തിയെ എതിർക്കണമെന്നല്ല പറയുന്നത്. അവർ സത്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ അധ്വാനിക്കണം, അവിടെ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കണം, അവിടെ ഉപവാസത്തോടും പ്രാർത്ഥനയും കൂടി ഭിന്നത മാറ്റിത്തരാൻ കർത്താവിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇന്ന് നമ്മളിലേക്ക് നോക്കൂ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കൂ. അനേകർ സ്വാർത്ഥനാണ്. ചിലർ സ്വന്തം കുടുംബത്തിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കും, മറ്റുള്ളവരുടെ അയലക്കത്തു നിന്നുള്ള കരച്ചിലുകളൊന്നും അവർക്ക് വിഷയമല്ല. അനേക ഭവനങ്ങളിൽ നിന്ന് കരച്ചിലുകൾ ഉയരുകയാണ്.
അല്ലയോ കൂട്ടായ്മക്കാരെ, നീ ഇന്ന് സ്വാർത്ഥനായിട്ട് കഴിയുകയാണോ? നിനക്ക് വചനം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യമുണ്ട്. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മറ്റുള്ള കുടുംബങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത്? അതിനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. യേശുവിന്റെ വചനം കേട്ടവരാണെങ്കിൽ ഈ വചനം അനേകരെ കേൾപ്പിക്കണമെന്നും, യേശു നൽകുന്ന സമാധാനം കൃപയാൽ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ സമാധാനം മറ്റുള്ളവരിലേക്ക് പകരേണ്ടതാണ് എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ മറക്കരുത്. നമ്മളാണ് ദേശത്തിന്റെ കാവൽക്കാർ. അനേക കുടുംബങ്ങളിൽ നിന്ന് നിലവിളി ഉയരുന്നത് നിങ്ങളാരും കേൾക്കാത്തതെന്ത്? അനേകം മദ്യപാനികൾ വീട്ടിൽ വന്നിട്ട് ഭാര്യയെ തല്ലുന്നു, മക്കളെ തല്ലുന്നു, അവർക്ക് പഠിക്കാനുള്ളതൊന്നും ഒരുക്കി കൊടുക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ നിലവിളി ഉയരുകയാണ്. അപ്പോഴാണ് സഹോദര, നീ സ്വാർത്ഥമതിയായിട്ട് നീ ഉല്ലാസയാത്രകളെല്ലാം നടത്തി കഴിയുന്നത്. നീ ഓർക്കണം, നീ രുചിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇത് കിട്ടാത്ത അനേകം പേരുണ്ട്. സ്വാർത്ഥരാണോ? ഇന്ന് സുവിശേഷ വേല ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, സുവിശേഷ വേല ചെയ്യുന്നവരെ എങ്ങനെ മാനസികമായിട്ട് തകർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കുറ്റം പറഞ്ഞു കിടക്കുകയാണ് ഇന്ന് അനേകരും. ലജ്ജ തോന്നുന്നു. അന്ത്യനാളുകളിൽ അനേകരെ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായിരിക്കുമെന്ന്. ജനം തങ്ങളെ തന്നെയും പണത്തെയും സ്നേഹിച്ച് കിടക്കുന്ന തലമുറയായിരിക്കുമെന്ന്. സത്യമതല്ലേ? ഇന്ന് വചനത്തിന് വിളിച്ചാൽ സമയമില്ല. എന്താണ് ജോലി തിരക്ക്? പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. സുവിശേഷ വേല ഏതോ ചില വിഭാഗക്കാരുടെ മാത്രം പ്രവൃത്തികളാണ്, കടമകളാണെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. സഹോദരന്മാരെ, സകല ജാതികളെ ശിഷ്യരാക്കണമെന്നാണ് കർത്താവിന്റെ വചനം കൽപ്പന. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞാണ്, നിങ്ങൾ ഭൂലോകത്തിന് അറ്റത്തോളം പോയി സുവിശേഷം പറയണം, സകല ജാതികളെ ശിഷ്യരാക്കണം എന്ന് പറഞ്ഞാൽ സകലരും യേശുക്രിസ്തുവിന് ശിഷ്യരാകാൻ തക്കവണ്ണം നിങ്ങൾ സുവിശേഷം പ്രചരിപ്പിക്കണമെന്നാണ്. ചിലരുടെ മാത്രം കടമയല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും സുവിശേഷ വേലയ്ക്കായിട്ടുള്ള വിളിയുണ്ട്. പലതരത്തിലാണെന്ന് മാത്രം. ഇന്ന് അനേകരും ദ്രവ്യാഗ്രഹികളായിട്ട് നടക്കുകയാണ്. കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കുമെന്ന്. എന്താണ്? ദൈവത്തെയും മാമോനെയും സ്നേഹിപ്പാൻ ആർക്കും കഴിയില്ല എന്ന്. ആരാണ് ഈ മാമോൻ? ധനത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും വാക്കുകൾക്ക് പകരം പ്രയോഗിക്കുന്ന വാക്കാണ് മാമോൻ. ധനത്തിന്റെ പിന്നാലെ, നിക്ഷേപത്തിന്റെ പിന്നാലെ ആരെ പരിത്യജിച്ചാണ് കളയുന്നത്? ആരെ ത്യജിച്ച് കളഞ്ഞിട്ടാണ് പോകുന്നത്? ദൈവത്തെ ത്യജിക്കാതെ അതിന് പിന്നാലെ നടക്കാൻ പറ്റുകയില്ല എന്ന്. ഉപജീവനത്തിന് വേണ്ടി വരുമാനം വേണം, പണം വേണം, എന്നാൽ അത് തന്നെ ശരണമെന്ന് പറഞ്ഞുകൊണ്ട് ദ്രവ്യാഗ്രഹികളായിട്ട് നടക്കുന്ന തലമുറ. തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയും, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമല്ലോ എന്ന്. ലവ് ഓഫ് മണി ഈസ് എ റൂട്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾസ് എന്ന്. സകലവിധ ദോഷത്തിനും മൂല കാരണമാണ് ദ്രവ്യാഗ്രഹം എന്ന്. വീണ്ടും മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന്. ദ്രവ്യാഗ്രഹികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിലുള്ള നിക്ഷേപങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി അനേകർ നടക്കുകയാണ്, സത്യമാർഗം അന്വേഷിക്കാതെ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും ദൈവം നമുക്ക് തരുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം. ദൈവത്തെ പകയ്ക്കുന്നതിന് തുല്യമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. അതൊരു വിഗ്രഹാരാധനയാണെന്ന് വചനം പറയുന്നു. പ്രിയമുള്ളവരെ, പണമാണ് ലോകത്തിലെ സാർവത്രികമായ വിഗ്രഹമെന്ന് ഒരു ദേവദാസൻ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളെ പണം ഭരിക്കുന്നുണ്ടോ? അന്ത്യകാലത്ത് അനേക അപകട മുന്നറിയിപ്പുകൾ തരുമ്പോൾ അതിൽ 2ാമത്തെ മുന്നറിയിപ്പാണ് ദ്രവ്യാഗ്രഹികളാവുമെന്ന്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും. വമ്പ് പറയുന്നവരും അഹങ്കാരികളും. വമ്പ് പറയുന്നവർ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചക്കാർ, വീരവാദം മുഴക്കുന്നവർ, പൊങ്ങച്ചം പറയുന്നവർ. അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ പാപമാണ് അഹങ്കാരം. മാലാക പിശാചായ പാപമാണ് അഹങ്കാരം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം എന്ന്. യാക്കോബ് ശ്രീ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന്. ദൈവം എതിർത്ത് നിൽക്കുന്നൊരു കൂട്ടരാണ് നിഗളം ഉള്ളവർ, അഹങ്കാരമുള്ളവർ. പ്രിയമുള്ളവരെ, നമുക്കറിയാൻ പാടില്ലേ, ഫറവോൻ അഹങ്കാരിയായിരുന്നു, എന്നാൽ അവൻ വീണത് നമുക്കറിയാമല്ലോ. ഹെരോദാവ്, യാക്കോബിനെ തലവെട്ടിക്കൊന്ന ഹെരോദ രാജാവ് അഹങ്കരിച്ചു. എപ്പോഴാണ്? അവനെ ജനം പുകഴ്ത്തി, നീ ഇതൊരു ദേവന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് ദൈവത്തോളം ഉയർത്തിയപ്പോൾ, അവന് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആ പുകഴ്ച ഏറ്റുവാങ്ങിയപ്പോൾ അവൻ അടിയേറ്റ് വീണ് കൃമിക്കിരയായി എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ പുകഴ്ത്തി പറയുമ്പോൾ സൂക്ഷിക്കണം. ഏതെങ്കിലും ദൈവദാസന്മാരെ വചനം പറയുമ്പോൾ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോഴും സൂക്ഷിക്കണം. ആ ദൈവദാസനെ തകർത്ത് കളയുന്നതിന് തുല്യമാണ്. പൗലോസും ശീലാസും ഒരു ദേശത്ത് വന്നപ്പോൾ
അവർ പറയുകയാണ് ഇന്ദ്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്, ബുധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാളകളെ മറ്റോ യാഗമർപ്പിക്കാൻ പോയപ്പോൾ പൗലോസ് അതറിഞ്ഞ് വസ്ത്രം കീറുകയാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള സാധാ മനുഷ്യർ തന്നെയാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് മാനസാന്തരപ്പെട്ട് ഈ സകല പ്രപഞ്ചം സൃഷ്ടിച്ചവനായ ദൈവത്തിലേക്ക് തിരിയുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹെരോദാവ് കൊടുക്കാതെ വന്നപ്പോൾ അവന്റെ അഹങ്കാരത്തിൽ, അവന്റെ സ്വയത്തിൽ, അവന്റെ സ്വയപ്രശംസയിൽ അവൻ നശിച്ചുപോയി. അടുത്ത കാര്യമാണ് ദൂഷകന്മാർ. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ്. അന്ത്യകാലത്ത് പൊങ്ങി വരുന്ന ദൂഷകന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുമെന്ന്. പ്രിയമുള്ളവരെ, അനേകര് ദൈവത്തെയും ദൈവമക്കളെയും ദുഷിക്കുന്നുണ്ട്, മറ്റ് സഹോദരന്മാരെ ദുഷിച്ചടക്കുന്നുണ്ട്. വായിക്കാം യൂദായുടെ ലേഖനം 8, 9, 10 വാക്യങ്ങൾ വായിക്കാം. അവിടെ എന്താണ് പറയുന്നത് ദൂഷകന്മാരെ കുറിച്ച്? അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. മഹിമകളെ ദുഷിക്കുന്നവർ വായിക്കാം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മോശയുടെ ശരീരത്തെ അവകാശം പറഞ്ഞുകൊണ്ട് പിശാച് വന്നപ്പോൾ പ്രധാന ദൂതനായ മിഖായേൽ പിശാചിനോട് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി പോലും ഉച്ചരിക്കാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർസിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. അടുത്ത വാക്യം. ഇവരോ എന്നാൽ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും കള്ളക്കൂട്ടായ്മക്കാരും എന്താണ് ചെയ്യുന്നത്? ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുകയാണ്. ഒരു വ്യക്തി എഴുന്നേറ്റ് എന്തെങ്കിലും പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിലായിരിക്കാം, പക്ഷെ ദുഷിക്കുകയാണ്. ക്രിസ്തുവിനെ പോലും ദുഷിച്ചില്ലേ പ്രിയമുള്ളവരെ? ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നാണ് പറഞ്ഞത് ദൈവപുത്രനെ കുറിച്ച്. എന്താണ് പറയുന്നത്? ആ വാക്യത്തിന്റെ ശാപഗ്രസ്തമായ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ, ദൈവാത്മാവിനാൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ, ദൈവാത്മാവിനാൽ കൂട്ടായ്മയിൽ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ദൂഷിക്കുകയാണ്. എന്താണ്? ഭൂതങ്ങളുടെ തലവനെ കൊണ്ട്, സാത്താനെ കൊണ്ടാണ് ഇവനെ സാത്താനെ പുറത്താക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ആത്മാവിനെതിരായ പാപം പൊങ്ങി വരികയാണ്. അറിയാത്തതെല്ലാം ദുഷിക്കുന്നതായ തലമുറ. ഇന്ന് എനിക്കറിയാം അനേക സുവിശേഷന്മാരെ ദുഷിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികൾ തന്നെയാണ് കൂടുതലും ദുഷിക്കുന്നത്. പ്രിയമുള്ളവരെ, അവർ ദേവാലയത്തിൽ പോകുന്നവരാണ് എങ്കിലും അവർ പറയുകയാണ് ഈ സുവിശേഷം പറയുന്നവരെല്ലാം വിറ്റ് തിന്ന നടക്കുന്നവരാണ്, സുവിശേഷം വിറ്റ് തിന്നുന്നവരാണ്, ഇവർ ജനത്തെ പറ്റിക്കുന്നവരാണ്, ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് ദുഷിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാണയങ്ങളുണ്ട്, കള്ളനാണയങ്ങളുണ്ട്, ശരിയാണ്. ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത്. അതുകൊണ്ട് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയരുത് പ്രിയമുള്ളവരെ. തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. അടുത്ത വാക്യം. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. വീണ്ടും പത്രോസിൽ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. ജാത്യാ പിടിപെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട്, അനീതിയുടെ കൂലിയായ നാശം അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. സ്വന്തം വഷളത്താൽ ഇങ്ങനെയുള്ള കൂട്ടർ നശിച്ചു പോകുമെന്ന് ആരെയും ദുഷിക്കരുത് എന്ന്. അടുത്ത വാക്യം. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അവരുടെ പേരാണ് കറകളും കളങ്കങ്ങളും. നിങ്ങളുടെ കൂട്ടായ്മയിൽ ദുഷിക്കുന്ന സഹോദരന്മാരെങ്കിലും ഉണ്ടോ? തർജ്ജനം ചെയ്ത് ശാസിച്ച് അവന് മാനസാന്തരം വരുവാൻ തക്കവണ്ണം അവനോട് തിരുവചനം പറഞ്ഞു കൊടുത്ത് അവൻ ചെയ്തതായ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ആരെയും ദുഷിക്കരുത്. അന്ത്യകാലത്ത് ദൂഷകന്മാർ വർദ്ധിച്ചു വരുമെന്ന് ദൈവ ഭയമില്ലാത്തത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിനെ പേടിയില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളെ ദുഷിക്കുന്നതായ തലമുറ പൊങ്ങി വരികയാണ് എന്ന്. തങ്ങൾ അറിയാത്തവനെ ദുഷിക്കുന്നുവെന്ന്. അടുത്തൊരു കൂട്ടരാണ് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. പ്രിയമുള്ളവരെ, ഇന്ന് ഓൾഡ് ഏജ് ഹോംസിന്റെ എണ്ണം കൂടി വരികയാണ്. അമ്മയപ്പന്മാരെ അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ അവഗണിക്കും കൂടി ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ,
വാഗ്ദത്തത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന നിന്റെ അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ? ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ടിട്ട് അവരെ ഓൾഡ് ഏജ് ഹോമിലേക്ക് തള്ളുകയാണ്. അന്യായമല്ലേ? ഇന്ന് ഓൾഡ് ഏജ് ഹോംസിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പണ്ട് നിങ്ങളുടെ കാലത്ത് 10-30 വർഷം മുമ്പ്, 50 വർഷം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? സ്വന്തം പ്രസവിച്ചതായ അമ്മയും ജനിപ്പിച്ചതായ അപ്പനെയും ബഹുമാനിക്കാത്ത തലമുറ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, ദൈവത്തോടും മനുഷ്യരോടും നന്ദിയില്ല. ഉണ്ടോ? പരിശോധിച്ച് നോക്കൂ പ്രിയമുള്ളവരെ. ഇന്നത്തെ തലമുറയെ കുറിച്ചാണ് പറയുന്നത്. അധർമ്മം പെരുകുന്നു, സ്നേഹം തണുക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്നത്തെ തലമുറയിൽ നമ്മളത് കാണുകയാണ്. ഇനി വരാനിരിക്കുന്ന തലമുറയിലല്ല, ഇപ്പോൾ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച് പല മുന്നറിയിപ്പുകളും നൽകുമ്പോൾ കർത്താവ് പറയുകയാണ് അന്ത്യകാലം ഇങ്ങനെയായിരിക്കുമെന്ന്. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ ലേഖനം എഴുതുമ്പോൾ പറയുന്ന വാക്കാണ് നന്ദികെട്ടവർ, അശുദ്ധർ, വിശുദ്ധിയില്ല. ശുശ്രൂഷയിലെല്ലാം ഉണ്ടാവും, പക്ഷെ വിശുദ്ധിയില്ല. വാത്സല്യമില്ലാത്തവർ, ആരോടും സ്നേഹമില്ലാതെ, ആരെയും സഹായിക്കാതെ. പരോപകാരം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ആരോടും വാത്സല്യമില്ല, ആരോടും സ്നേഹമില്ല, സ്വാർത്ഥരായിട്ട് ആരെയും സഹായിക്കാൻ മനസ്സില്ലാത്ത, ആരുടെയും വിഷമങ്ങൾ കേൾക്കാൻ മനസ്സില്ലാതെ, ആരെ ആശ്വസിപ്പിക്കാൻ മനസ്സില്ലാതെ നടക്കുന്നവർ. പിന്നെ ഇണങ്ങാത്തവർ, ആരോടും വഴങ്ങാത്തവർ, ഡൈവോഴ്സിലേക്കെല്ലാം പോവുകയാണ്. ഏഷണിക്കാർ, അപവാദം പറയുന്നവരാണ് ഏഷണിക്കാർ. അവരെക്കുറിച്ചും ഏത് ദിവസം പറയുകയാണ് അങ്ങനെയുള്ളവർക്കെല്ലാം പൊങ്ങി വരുമെന്ന്. നമുക്കറിയാമല്ലോ ഇന്ന് എത്രയോ പേരാണ് അപവാദം നടക്കുന്നവർ, ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നവർ, ദുഷിക്കുന്നവർ, അജിതേന്ദ്രിയന്മാർ. അതിന്റെ അർത്ഥം ആത്മാ നിയന്ത്രണമില്ലാത്തവർ എന്നാണ്. ഉഗ്രന്മാർ, ക്രൂരന്മാർ, സൽഗുണ ദ്വേഷികൾ, നന്മയെ വെറുക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നല്ല കാര്യങ്ങളെ എതിർക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ദ്രോഹികൾ, അതായത് വഞ്ചകന്മാരാണവർ, ചതിയന്മാരാണവർ, ധാർഷ്ട്യക്കാർ, നിഗളികൾ. അടുത്ത വാക്യം ദൈവപ്രിയമില്ലാതെ. ആ വാക്യം ഒന്ന് വായിക്കാവൂ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, സുഖഭോഗങ്ങളിലുള്ള ആസക്തി. ദൈവപ്രിയമില്ല, ദൈവത്തോട് സ്നേഹമില്ല, ദൈവകാര്യങ്ങളൊന്നും ചെയ്യാൻ അവർ ഒരുക്കമല്ല, ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമല്ല. അവർ സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരായിട്ട് നടക്കുകയാണ്. അവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തിയെ ത്യജിക്കുന്നു. ഭക്തിയുടെ വേഷം പുറമേ എല്ലാം ഉണ്ട്, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, നമസ്കാരമുണ്ട്, കൂട്ടായ്മയുണ്ട്, കയ്യിൽ ബൈബിളുണ്ട്, സുവിശേഷ വേല എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, അകത്തില്ല. ഹൃദയത്തിന് രൂപാന്തരമില്ല, വിശുദ്ധിയില്ല. അശുദ്ധിയും പാപങ്ങളും വെച്ചുകൊണ്ട് ഭക്തിയുടെ വേഷം അണിഞ്ഞു നടക്കുന്ന അനേകർ എഴുന്നേറ്റ് വരും. യൂദാശ്ലീഹ എഴുതുമ്പോൾ പറയും 18-ാം വാക്യത്തിൽ, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ എഴുന്നേറ്റ് വരും. ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ എഴുന്നേറ്റ് വരും. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ് അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക, വിട്ടൊഴിയുക, അങ്ങനെയുള്ളവരെ അകന്നു മാറുക എന്ന്. അധർമ്മക്കാർക്ക് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 40-ാം വാക്യത്തിൽ, കാള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിങ്കൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് വരാൻ പോകുന്ന നാശം. ഈ ലോകം ഇന്ന് അധർമ്മത്തിൽ മുങ്ങി നടക്കുകയാണ്, അക്രമത്തിൽ മുങ്ങി നടക്കുകയാണ്, അനീതിയിൽ രസിക്കുന്ന തലമുറയായിട്ട് മാറിയിരിക്കുകയാണ്. എവിടെയും പാപവും അശുദ്ധിയും വ്യഭിചാരവും കൊലപാതകവും മയക്കുമരുന്നും കഞ്ചാവും അനീതിയും അശുദ്ധിയുമായിട്ട് നടക്കുന്ന തലമുറയാണ്. ഈ തലമുറയെ കുറിച്ച് പറയുകയാണ് അങ്ങനെയുള്ളവരെ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന്. എന്നാൽ നീതിയോടെ ജീവിക്കുന്നവർക്ക് കിട്ടുന്നതായ പ്രതിഫലം എന്താണെന്ന് അറിയാമോ? അവിടെ പറയുകയാണ് അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുമെന്ന്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കൂ. അധർമ്മത്തിന്റെ വ്യാപാരമുണ്ടോ? അധർമ്മമൂർത്തിയായ പിശാചിന്റെ വ്യാപാരമുണ്ടോ? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് യോഹന്നാൻ ശ്ലീഹയെല്ലാം പറയുന്നു. അധർമ്മമൂർത്തി വെളിപ്പെടാൻ തടസ്സം നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നു. ഇപ്പോഴേ അവന്റെ വ്യാപാരമുണ്ട്, എതിർ ക്രിസ്തുവിന്റെ ശക്തിയുടെ വ്യാപാരമുണ്ട് എന്ന്. നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കൂ, എന്താണ് അവസ്ഥ? അധർമ്മക്കാർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നതെങ്കിൽ പത്രോസിൽ എഴുതി 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ
അധർമ്മക്കാർക്ക് വരുന്നതായ ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടിവിപ്പാനും, ഭക്തന്മാരെ വിടിവിക്കും. നീതി കെട്ടവരെ, വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാൻ സൂക്ഷിക്കുന്നുവല്ലോ, അറിയുന്നുവല്ലോ ന്യായവിധിയിൽ ദണ്ഡനം വരുമെന്ന്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്ത്? നീതിമാൻ പോലും ന്യായവിധിയിൽ പ്രയാസേനയാണ് രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താണ് എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പത്രോസിലൂടെ ചോദിക്കുന്നത്. എന്തായിരിക്കും ഗതി എന്ന് സഹോദരന്മാരെ, നമ്മുടെ ഗതി എന്താകുമെന്ന് ചിന്തിക്കൂ. നമ്മുടെ മക്കളുടെ അവസ്ഥ ചിന്തിക്കൂ. അവസാനം പറയുകയാണ് പത്രോസിലെ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. മുന്നറിയിപ്പാണേ, വീണു പോകല്ലേ. അധർമ്മക്കാരുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് പറയുമ്പോൾ അല്ലയോ സഹോദര സഹോദരി, നിങ്ങളിലേക്ക് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ മക്കളിലേക്കും ജീവിത പങ്കാളിയിലേക്കും നോക്കണം, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക് നോക്കണം. നിന്റെ കർത്താവേ, അധർമ്മികളുടെ കയ്യിൽ വഞ്ചനയിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടോ? ഈ ലോകത്തിന്റെ കുത്തൊഴുക്കിനോടൊപ്പം ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ടോ? ഈ ലോകക്കാരെ അനുകരിച്ചാണ് പോകുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ള ദൈവത്തിന്റെ വചനമുള്ളപ്പോൾ ഇന്ന് അനേക ആത്മീയരും ഈ ലോകക്കാരെ അനുകരിക്കുകയാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ലോകത്തെ സ്നേഹിച്ച് ക്രിസ്തുവിനുമായിട്ട് ജീവിതം സമർപ്പിക്കാതെ ഈ ലോകത്തിന് അനുരൂപരായിക്കൊണ്ട് ഇന്ന് അനേകരും നടക്കുകയാണ്. അധർമ്മം പെരുകുന്ന തലമുറ, അനേകരുടെയും സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് ന്യായവിധി ദിവസത്തിൽ കർത്താവ് അധർമ്മക്കാരോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, അത് ന്യായവിസ്താര സഭയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വാ, നിങ്ങളുടെ അധർമ്മം മുഴുവനും ഞാൻ മോചിച്ചു തരാമെന്ന്. നിങ്ങൾ എത്ര വലിയ പാപത്തിലേക്ക് പോയവരാണെങ്കിലും ദുശീലങ്ങൾ ഉള്ളവരാണെങ്കിലും നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തരാമെന്ന്. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായം വായിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ടും അതിക്രമക്കാരുടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കറിയാമല്ലോ, 2 അധർമ്മികളുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു കിടന്ന് പെടഞ്ഞത്. അധർമ്മക്കാരുടെ എണ്ണപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ അടുക്കലേക്ക് വന്നാൽ കർത്താവ് ഈ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി പോകാതെ നമ്മളെ രക്ഷിക്കും. ദൈവത്തിന് മഹത്വം. നമ്മൾ നീതിയോടെ ജീവിച്ചാൽ, വിശുദ്ധിയോടുകൂടി നിന്നാൽ നമ്മളെയും നമ്മുടെ മക്കളെയും രക്ഷിക്കും. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ? കർത്താവേ, എവിടെയാണ് എനിക്ക് തിരുത്തുവാനുള്ളത്? അധർമ്മത്തിന്റെ വ്യാപാരം എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? ലോകസ്നേഹം എന്നിലേക്ക് വരുന്നുണ്ടോ? ലോകത്തിലെ പ്രശംസയും ലോകമഹത്വം എന്നിലേക്ക് വരുന്നുണ്ടോ? സ്ഥാനമോഹം എന്നിലേക്ക് വരുന്നുണ്ടോ? കർത്താവേ, പിശാചിന്റെ സകല പ്രവൃത്തികളെ അഴിപ്പാൻ വന്ന ദൈവപുത്ര, നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എഴുന്നള്ളി വരാമോ? ഇപ്പോൾ നിങ്ങൾ തീരുമാനം പറയാമോ? കർത്താവേ, എന്റെ ജീവിതത്തിൽ അനേക പാപങ്ങൾ വന്നിട്ടുണ്ട്, എന്നാൽ ഇന്ന് നിന്റെ വചനം കേൾക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ അധർമ്മക്കാരെ പോലെ തന്നെ, അധർമ്മിയെ പോലെ തന്നെ കുരിശിന്മേൽ കിടന്ന് പെടഞ്ഞവനെ, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഒരു പാപവും നിന്റെ ഉള്ളിൽ ഇല്ലാതിരുന്നിട്ടും കർത്താവേ, നിന്റെ മേൽ ഞങ്ങളുടെ എല്ലാവരുടെയും പാപം ചുമത്തിയതാണല്ലോ കർത്താവേ. ഞങ്ങൾ അറിയുന്നു കർത്താവേ, ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഞങ്ങൾ അനുദപിക്കുന്നു. ഞങ്ങൾ നിന്റെ കുരിശിൻ ചോട്ടിലേക്ക് വരട്ടെ. ഞങ്ങൾ നിന്റെ തൃപ്പാദം ഒന്ന് മുത്തട്ടെ. നിന്റെ തിരുവിലാവിൽ നിന്ന്, നിന്റെ മുറിവുകളിൽ നിന്നൊഴുകിയതായ രക്തം കൊണ്ട് എല്ലാ അധർമ്മവും മോചിച്ചു തരണമേ, എല്ലാ പാപവും ക്ഷമിച്ചു തരണമേ. അധർമ്മം നിറഞ്ഞതായ തലമുറയിൽ ജീവിക്കുമ്പോൾ നീതിമാന്മാരായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം നീതിയുള്ള നിന്റെ തിരരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഹല്ലേലൂയ. ആശ്വാസം തരണമേ. ഇപ്പോൾ ഇന്ന് നിന്റെ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും നീ ഒന്ന് തലോടണമേ. അവരുടെ വേദനകളിൽ ആശ്വാസം നൽകണമേ. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. അവരുടെ പാപബന്ധനങ്ങളെല്ലാം അഴിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവരെ കൊണ്ട് സമർപ്പണം എടുപ്പിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ തീരുമാനം പറയട്ടെ കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ
ഇന്ന് മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചു കൊള്ളാം. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞങ്ങൾ നിനക്കായിട്ട് ജീവിച്ചു കൊള്ളാം. ഒരു പ്രാവശ്യം കൂടെ തീരുമാനം പറയാമോ? എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചു കൊള്ളാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് ഈ സമയം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. നിന്റെ ശക്തി ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. നിന്റെ കൃപ മതി കർത്താവേ. സകലതും ഞങ്ങൾക്ക് അജീവനം വെച്ചാം യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ നിലമാറാകണമേ. ആമീൻ.